ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കോഴിക്കോട് നിന്ന് പോണ്ടിച്ചേരിയിലേക്കൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പം നമ്മൾ ഓട്ടോയിൽ കയറി. അപ്പോൾ അവിടെ ബസ് നിർത്തുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5:30 നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ടാവുന്നത്. അങ്ങനെ നമ്മൾ ബസ് കയറി. AC സ്ലീപ്പറാണ് കേട്ടോ നമ്മളടുത്ത്. നമുക്ക് സീറ്റ് കിട്ടിയ താഴെയാണ്. അവർ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ടൈമിൽ മോർണിംഗ് 5:15 അവിടെ എത്തി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു 6:30 ഒക്കെ ആയപ്പോഴേക്കും റോഡിലിറങ്ങി. നമുക്കിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു ഓട്ടോ പോലത്തെ കണ്ടില്ലേ, അതിൽ കയറിയ പെർ ഹെഡ് 10 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓട്ടോനേക്കാളും ലാഭമായിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ അതിൽ കയറി റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ റൂം എടുത്തത് ബാലാജി സ്ട്രീറ്റിലാണ്. നല്ല റൂമായിരുന്നു, AC റൂം. റേറ്റ് ഒരു 1500 അടുത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കയറിപ്പോയാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന റിസപ്ഷനാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 10 റൂമോളം ഉണ്ടാവും. അത് ഞങ്ങൾ ഫ്രഷായി ഒരു കേരള ഹോട്ടലുണ്ടായി, അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ വൈറ്റ് ടൗണിലേക്കാണ് പോയത്. അങ്ങനെ വൈറ്റ് ടൗണിൻ്റെ അടുത്തുള്ളൊരു ബീച്ചിൽ നമ്മൾ ഫസ്റ്റ് എത്തി. അവിടെ നമ്മൾ പോയ ടൈമിൽ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഫുട്പാത്തൊക്കെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇതിപ്പോൾ ആരെ സ്റ്റാച്യു എനിക്കറിയില്ല, നമ്മൾ നോക്കിയില്ല. അപ്പോൾ നമ്മളതെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ സ്ട്രീറ്റിൽ പോയിട്ട് വരാമെന്ന്. അങ്ങനെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. കോഴിക്കോടുള്ള SM സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ട്രീറ്റാണ്. റേറ്റ് അത്ര കുറവൊന്നുമില്ല, എന്നാൽ നമ്മൾ ബാർഗെയിൻ ചെയ്താൽ അത്യാവശ്യം കുറച്ച് കിട്ടും കേട്ടോ. നമ്മൾ മെയിനായിട്ട് നോക്കിയത് ബാഗായിരുന്നു. കുറേ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ഇങ്ങനെ നടന്നു. പിന്നെ നമ്മളിങ്ങനെ ഓരോ ഷോപ്പും ഇങ്ങനെ കുറേ ഷോപ്പ് കയറി നോക്കി കേട്ടോ, ഓരോ സാധനങ്ങൾ അവിടുത്തെ കളക്ഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അധികം. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പം പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് വെയിൽ കുറച്ച് കുറഞ്ഞപ്പോഴേക്കും പിന്നെയും ബീച്ചിലേക്ക് വന്നു. നല്ല ബീച്ചാണ് കേട്ടോ, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ച്. അവിടെ കല്ലിട്ട കണ്ടില്ലേ, അപ്പോൾ അവിടെ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ, അവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. വൈകുന്നേരം ഇരുന്ന് കുറച്ച് സമയം കാറ്റൊക്കെ കൊണ്ട് എല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഒരു വൈകുന്നേരം ഒരു 6 മണി 6:15 സമയത്ത് നമ്മൾ പിന്നെയും ഓട്ടോയിൽ കയറി റൂമിൻ്റെ അങ്ങോട്ട് തന്നെ പോവുകയാണ്. റോഡ് സൈഡിൽ ഇതാ പഴമൊക്കെ വെക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പോലെ തോന്നി. അതിൻ്റെ ഒരു ക്ലിപ്പൊക്കെ എടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ് റോഡിലൂടെ. പിന്നെ ഇവിടെ മെയിനായിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ ആണ്, കണ്ടില്ലേ. ഇത് മെയിനായിട്ട് കുറേ സ്ഥലത്ത് ഞാൻ കണ്ടു അവിടെ. പിന്നെ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ടെമ്പിൾ ഉണ്ടായി. നമ്മൾ ഈവനിങ്ങിൽ അവിടെ പോയി ഫ്രഷായി, പിന്നെയും റൂമിൽ പോയി ഫ്രഷായി ഇവിടേക്ക് വന്നു. നല്ല ടെമ്പിളായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് പ്രസാദമായി പൂവും ഭസ്മവും ഒക്കെ കിട്ടി. അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. പൂവ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ തലയിലെടുത്ത് വെച്ചു. പിന്നെ നമ്മൾ പിറ്റേ ദിവസമായപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു. വൈകുന്നേരം ഒരു 4:15 ആയപ്പോൾ നമ്മളൊരു ട്രാവലർ പിക്ക് ചെയ്യാൻ വന്നു. ട്രാവലർ ഒരു 5:30 ആയപ്പോൾ ബസ് വരുന്ന സ്റ്റോപ്പിലെത്തിച്ചു. 6 o'clock ബസ് വന്നു. നല്ല ബസ്സായിരുന്നു. AC സ്ലീപ്പറാണ് എടുത്തത്. TV, ഹെഡ്സെറ്റ്, സ്നാക്സ്, വാട്ടർ ബോട്ടിലൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 7:30 ടൈമായപ്പം ഒരു ഹോട്ടൽ അണ്ണാമലൈ റെസിഡൻസിയിൽ അവർ നിർത്തി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. ചെന്നൈയിൽ നിന്ന് വരുന്ന ബസ്സായതുകൊണ്ട് കുറച്ച് നേരത്തെ ഡിന്നറിന് അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് TV-യിൽ കുറച്ച് സിനിമയൊക്കെ കണ്ട് പിന്നെ കുറച്ച് രാത്രിയായപ്പം ഉറങ്ങി. നമ്മൾ തിരിച്ചു വന്നത് കണ്ണൂരേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൂർ ഒരു 7:30 ആയപ്പോൾ തന്നെ എത്തി. നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.